ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ ഷാദിൽ വി പി. നിങ്ങളെ മാത്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞൊരു സാധനമാണ് പ്രൂഫിൻ്റെ ക്വസ്റ്റ്യൻസ്. തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തെളിയിക്കാൻ പറ്റണല്ലോ സാറേ എന്നുള്ളത്. ആ പേടി ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സോടെ മാറ്റുകയാണ്. കഴിഞ്ഞ വർഷം 2 പ്രൂഫിൻ്റെ ക്ലാസ് അട്ടേനത്, മോഡൽ എക്സാമിൻ്റെ മുന്നേയും പബ്ലിക് എക്സാമിൻ്റെ മുന്നേ. കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം നമ്മളിവിടെ എടുക്കുന്നത് വെറുതെ എന്തെങ്കിലും 1-2 പ്രൂഫ് ദാറ്റ് ക്വസ്റ്റ്യൻസ് അല്ല. കഴിഞ്ഞ 7 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വാല്യൂ ചെയ്തതിന് ശേഷം അതിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന പ്രൂഫ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ സിലബസ് മാറിയിരിക്കണമെങ്കിൽ പോലും ഇതിന് മുന്നേയുള്ള സിലബസുമായിട്ട് 95% സിമിലർ ആയിട്ട് സിലബസ് തന്നെയാണ് പുതിയ സിലബസും. അതുകൊണ്ട് തന്നെ കൃത്യമായി അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ. ഒരു കോൺഫിഡൻസോടെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇതിൽ പറയുന്ന പ്രൂഫുകളോ അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് വെച്ചുള്ള പ്രൂഫുകളോ മാത്രമേ നിങ്ങളെ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ തുടങ്ങല്ലേ, അടിപൊളിയായിട്ട് തുടങ്ങാം. ആദ്യമായിട്ട് ആദ്യം തന്നെ പോളിയോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ ഡൻ. ആദ്യമായിട്ട് തുടക്കം പാളിയ നല്ലതാ. ഏതായാലും വായിച്ചു നോക്കൂ. പ്രൂവ് ദാറ്റ് ദി സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് an arithmetic sequence 4, 7, 10 is also a term of the same arithmetic sequence. പല ആളുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കുകളിൽ കണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ശ്രദ്ധിച്ചു കേട്ടോ. അതിനായിട്ട് ഇത്രേ ഉള്ളൂ. 4, 7, 10 എന്ന സീക്വൻസിലെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ, സ്ക്വയറുകൾ അതേ ശ്രേണി തന്നെ ഉണ്ട് തെളിയിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതിലുള്ള 4, 7, 10 ഈ ശ്രേണിയിലെ ആൾക്കാരുടെയൊക്കെ സ്ക്വയർ, ഇപ്പം 4ൻ്റെ സ്ക്വയറാണ് 16. 16 ഇതിലുണ്ടോ നോക്കി, ഞാനൊന്ന് ചൊല്ലിത്തരാം. 4, 7, 10, 13, 16 ഉണ്ട്. ഇനി അടുത്തത് 7ൻ്റെ സ്ക്വയർ 49 ഉണ്ടോ നോക്കാം. 4, 7, 10, 13, 16, 19, 22, 25, 28, 31, 34, 39, 37, 40, 43, 46, 49, 52. കേട്ടില്ലേ? 49 കേട്ടില്ലേ? സോ ഇതിലുള്ള ശ്രേണിയിലെ പദങ്ങളുടെ സ്ക്വയറുകളെല്ലാം ഇതിൽ തന്നെ ഉണ്ട് തെളിയിക്കുക. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചു കേട്ടോ. അതിനു മുമ്പേ നിങ്ങൾക്കറിയാവുന്നൊരു കോൺസെപ്റ്റിനെ പറ്റി ഞാൻ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽ തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേൾക്കണേ. ഇപ്പോൾ 4, 7, 10 ഈ ശ്രേണിയിലൊരു പദമാണോ 101 എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. 101 ഒരു ടേമാണോ? എങ്ങനെ നിങ്ങൾ ചെയ്യുക? ഞാൻ എൻ്റെതായിട്ടുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എടുക്കുക. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ്. ആണോ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് എടുത്തതിന് ശേഷം 4നെ ഏതെങ്കിലും ഒരു പദം എടുക്കുക. 4 എടുത്തു. 4നെ ഞാൻ 3 കൊണ്ട് ഹരിക്കുകയാണ്. എനിക്ക് കിട്ടുന്നത് റിമൈൻഡറാണ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം. ബാക്കി 4 രൂപയും കൊണ്ട് ഞാൻ കടയിൽ പോവാണ്. 3 രൂപയ്ക്ക് ഞാൻ മിഠായി വാങ്ങി. 4 രൂപയും കൊണ്ട് ഞാൻ കടയിൽ പോയി. 3 റുപ്യേൻ്റെ മിഠായികളാണ് വാങ്ങേണ്ടത്. 3 റുപ്യേൻ്റെ എത്ര മിഠായി കിട്ടും അത്രയും ഞാൻ വാങ്ങും. ഓക്കെ ആണല്ലോ? 4 റുപ്യക്ക് പീടിയിൽ പോയി 3 റുപ്യേൻ്റെ ഒരു മിഠായി കിട്ടുള്ളൂ. 1 വാങ്ങി. ബാക്കി 1 റിമൈൻഡർ അല്ലേ? ശിഷ്ടല്ലേ? ഇതാണ് ബാക്കി, ശിഷ്ടം, റിമൈൻഡർ. ക്ലിയർ ആണല്ലോ? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ഒരു 3 പോയി, ഒരു 3, 4ന് 3 പോയ ബാക്കി റിമൈൻഡർ 1. ഉത്തരമല്ല വേണ്ടത്, ശിഷ്ടം. ഇനി അടുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. 4 ഹരിക്കണം 3, 4ൽ ഒരു 3, ശിഷ്ടം 1. എനിക്കിതാണ് കിട്ടേണ്ടത്, ശിഷ്ടം, ബാക്കിയുള്ളത്. ഇനി അടുത്തതാണ് 7. 7നെ ഞാനൊന്ന് 3 കൊണ്ട് ഹരിച്ചു നോക്കാം. 7നെ 3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്ര? 7ൽ ഒരു 3, 2, 3, 6 വരെ വെട്ടിപ്പോവും. 7ന്ന് 6 പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ വീണ്ടും 1. ആണോ അല്ലേ? സോ അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ പേര് ഷാദിൽ വി പി, എൻ്റെ അനിയൻ്റെ പേര് ഷാമിൽ വി പി, എൻ്റെ ചെറിയ അനിയൻ്റെ പേര് ഷാബിൽ വി പി. ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബ പേരിൽ വി പി എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി. അതേപോലെ തന്നെയുള്ള ഇനീഷ്യലാണ് ഇത് കേട്ടോ, റിമൈൻഡർ. ഇനി എങ്ങനെയാണ് 101 ഒരു കുടുംബത്തിലെ മെമ്പറാണോ നോക്കുക. 101 ഇനിയും പൊതു വ്യത്യാസമായിട്ടുള്ള 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. 101നെ 3 കൊണ്ടൊന്ന് അരിച്ചു നോക്കുക. സൈഡിൽ അരിച്ചാൽ മതി. അപ്പോൾ റിമൈൻഡർ 2 കിട്ടുക. 5 കുടുംബത്തിൽപ്പെട്ട ആളല്ല. ഈ ചെക്കിംഗ് മെത്തേഡ് അറിയാലോ? ഇത് അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കാണാതെ പഠിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചു കേട്ടോ. 4, 7, 10 എക്സെട്ര ഈ ശ്രേണിത്തെ കോമൺ ഡിഫറൻസ് ഞാൻ പറഞ്ഞു 3 ആണ്. ഫസ്റ്റ് ടേം എനിക്കറിയാം 4 ആണ്. ഞാൻ ആദ്യം തന്നെ ആൾജിബ്രായിക് ഫോം ആണ് ഈ ശ്രേണിൻ്റെ. എന്തിനാ ആൾജിബ്രായിക് ഫോം അറിയോ? ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും കോമൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്ന ആളാണ് ആൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം. പ്രൂഫൊക്കെ ചെയ്യുമ്പോൾ അത് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ x is equal to dn plus f minus d. ചില ആൾക്കാർ a minus b എന്നും പഠിച്ചു കാണും. d എന്ന് പറഞ്ഞാൽ 3 ആണ്. n plus 4 minus 3 that is equal to 3n plus 1. This is the idea. ഓക്കെ, x1 is equal to 3n plus 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള ഏതൊരു ടേമിനെയും 4, 7, 10 തുടങ്ങി കുറേ ടേം ഉണ്ടാവും. ഇതിലുള്ള എല്ലാ ടേമിനെയും കോമൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ് എൻ.
എക്സ് എന്ന് പറഞ്ഞാൽ nth ടേം, എന്നാം പദം, എത്രാമത്തെയും പദം എടുക്കാം. എന്നിന് ഏത് വാല്യൂ എടുത്തോ അത്രയാമത്തെ പദം എന്ന് കിട്ടും. അഥവാ ജനറൽ ഫോമുലയാണ്. സോ നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിനെ വെറുതെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കോമൺ ഡിഫറൻസ് കൊണ്ട് വെറുതെ ഡിവൈഡ് ചെയ്യണം. സാധാരണ നേരത്തെ ചെയ്തില്ലേ, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 7നെ 3 കൊണ്ട്, അതേപോലെ ഞാൻ എക്സിനെ ജനറൽ ആയിട്ടുള്ള ഫോർമുലനെ ഞാൻ ഡിവൈഡ് ചെയ്യണം. എക്സ് എൻ ഡിവൈഡഡ് ബൈ 3. എനിക്ക് കിട്ടേണ്ടത് ഉത്തരമല്ല, റിമൈൻഡറാണ്. ശിഷ്ടം ശിഷ്ടം ശിഷ്ടം. നോക്കിക്കോ, സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 3n 3 ഉണ്ട്, 3ൽ 3 ഉണ്ട്, 3ൽ ഒരു 3 ഉണ്ട്, കറക്റ്റാ. 3ൽ ഒരു 3 ഉണ്ട്, വെട്ടിപ്പോവും. ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബാക്കിയാണ് ആവശ്യം. ഇനി 1ൽ 3 ഇല്ലല്ലോ, സോ 1 എന്താണ്? റിമൈൻഡർ ആണ്. സോ ഇവിടെ ഈ സീക്വൻസത്തെ ടേമിന്റെ ആൾജിബ്രായിക് ഫോമിനെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിമൈൻഡർ 1 ആണ്. ആൾജിബ്രായിക് ഫോമിനെ ഡിവൈഡ് ചെയ്താണ് ഈ ടേമത്തെ ഈ സീക്വൻസത്തെ എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്താൽ അതേ എഫക്റ്റാ. ആരെങ്കിലും ഇതിൽ പിടിച്ച് ഡിവൈഡ് ചെയ്താലും 1 കിട്ടുക റിമൈൻഡർ. ഇനി എൻ്റെ ചോദ്യം, ഇതിലുള്ള ടേംസിൻ്റെ സ്ക്വയർ ഇതിൽ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. ഇതിലുള്ള ടേംസ് എക്സ് എൻ ആണെങ്കിൽ ഇതിൻ്റെ ടേംസിൻ്റെ സ്ക്വയർ ആണ് എക്സ് എൻ സ്ക്വയർ. എക്സ് എൻ സ്ക്വയർ എങ്ങനെയാണ് ശ്രദ്ധിച്ചോ. ഈ എക്സ് എൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഇവിടെ പെട്ടിയിലാക്കിയിട്ടില്ലേ, 3n+1 അല്ലേ. അപ്പോൾ എക്സ് എൻ സ്ക്വയർ എന്തായിരിക്കും? 3n+1 സ്ക്വയർ വരും. ഇനി ഒരു കാര്യം എല്ലാ മക്കൾക്കും അറിയുന്ന ഒരു കാര്യമാണ്, x+y ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. x² + 2xy + y സ്ക്വയർ ആണോ അല്ലേ? ഇത് ചെയ്യാനൊരു ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ആളല്ലേ എക്സ്, അതിൻ്റെ സ്ക്വയർ ഫസ്റ്റ് ചെയ്തുക. രണ്ടാമത്തെ ആൾ വൈ, അതിൻ്റെ സ്ക്വയർ ലാസ്റ്റ് ചെയ്തുക. ഫസ്റ്റ് ലാസ്റ്റും ആ ബ്രാക്കറ്റിലുള്ള രണ്ടാളുകളുടെ സ്ക്വയർ ചെയ്താൽ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇത് പ്ലസ് അല്ല, എപ്പോഴും പ്ലസ് ആണ്, ഇത് എപ്പോഴും പ്ലസ് ആണ്. ചിഹ്നങ്ങൾ മാറുക ഇവിടെ മാത്രമായിരിക്കും. ഇനി ഇവിടെ ഒരു ചിഹ്നം കണ്ടോ നിങ്ങൾ, ഈ സെൻറ്ററത്തെ ടേം മാത്രം നോക്കണേ. ഇതിൻ്റെ ചിഹ്നം ഈ പ്ലസ് അല്ലേ, അതെങ്ങനെ പ്ലസ് വന്നോ? ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ്. അപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിലോ ഇവിടെയും മൈനസ്. അവിടെ മാത്രമേ ചിഹ്നം മാറുള്ളൂ. ഇനി ഈ ടേം കിട്ടാനുള്ള ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. ഈ എക്സിനെയും വൈനെയും മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക? 2 ടൈംസ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, ഇവിടെയുള്ള നമ്പേഴ്സിനെയൊക്കെ വട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു 2, ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു വൈ, വട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 × x × y. അപ്പോൾ 2xy അതായിരിക്കും സെൻറ്ററിൽ വരിക. ഒരൊറ്റ വട്ടം കൂടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ a+b ആണെങ്കിൽ എങ്ങനെ ചെയ്യുക പറഞ്ഞാണ്, 3 ആൾക്കാർ. ഫസ്റ്റ് താളം എന്തായാലും പോസിറ്റീവ് വികാരം, ലാസ്റ്റ് താളം പോസിറ്റീവ് വികാരം. ഫസ്റ്റ് താളം മുന്നിൽ പോസിറ്റീവ് ഇടുന്ന ഇടണമെന്നില്ല, ഏതായാലും ഇട്ടു, ഞാൻ വെറുതെ ഇട്ടു. ഫസ്റ്റ് താളെ സ്ക്വയർ പടിയും ലാസ്റ്റ് താള് സ്ക്വയർ പടി ചെയ്ത്. ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഇവിടുത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 × a × b, അഥവാ ഇതൊക്കെ പാടെ വട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ചെയ്ത് 2ab. സോ ആ ഒരു ഐഡിയ വെച്ച് മക്കളെ, പിന്നെ അതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. 3n സ്ക്വയർ എന്താ വരിക? 3n². 3n സ്ക്വയർ എന്താ വരിക? 3n സ്ക്വയറിന് 3n² എന്ന് എഴുതരുത്, 3n ഹോൾ സ്ക്വയർ എന്ന് പറയണം. കാരണം 3n എത്ര ആൾക്കാരുണ്ട്? 2 ആളുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, 3n+1 ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യുക പറഞ്ഞാണ്. ഇത് ഫസ്റ്റത്തെ ആള്, ഇത് രണ്ടാമത്തെ ആള്. ഇപ്പോൾ ഫസ്റ്റ് 3 ടേംസ് ഉണ്ടാവുക. ഫസ്റ്റ് താളെ സ്ക്വയർ ഇവിടെ ചെയ്താൽ 3n, രണ്ടാളുടെ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം 3n². ലാസ്റ്റ് താളെ സ്ക്വയർ ഇവിടെ ചെയ്താൽ മറ്റേതേ x+y ഹോൾ സ്ക്വയർ ചെയ്യില്ലേ, അതേ ഐഡിയ. എക്സിൻ്റെ പകരം 3n, വൈൻ്റെ പകരം 1. ഇനി ഇത് രണ്ടും പോസിറ്റീവ് ആണ്. ഇവിടെ സെൻറ്ററത്തെ ചിഹ്നം എന്താ വരിക? പ്ലസ് തന്നെയാണ് വരിക. ഇനി ജസ്റ്റ് ഇവിടെ ഉള്ള ആൾക്കാരെ വട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3n ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഒക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3n × 1 വരും. ഇവിടെ ഒരു പ്ലസ് തന്നെയാണ് കേട്ടോ. സോ 3n സ്ക്വയർ എന്താ? 3 സ്ക്വയർ 9, n² പ്ലസ് 2 × 3 × 1 എന്ന് പറഞ്ഞാൽ 6, അവിടെ ഒരു n കൂടി ഉണ്ട്, പ്ലസ് 1 സ്ക്വയർ 1 തന്നെ ആണോ അല്ലേ? ഇതല്ലേ എക്സ് സ്ക്വയർ കിട്ടി. സോ ഇതിലുള്ള ശ്രേണിയിലെ പദങ്ങളുടെ വർഗ്ഗങ്ങൾ കിട്ടി. ഈ വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിൽ ഉണ്ടോ എന്ന് എങ്ങനെ നോക്കുക? x² നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? d കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കാം. 9n² + 6n + 1 ഡിവൈഡഡ് ബൈ d എത്ര? 3 അല്ലേ? ഞങ്ങട്ട് ചെയ്യാം. xn² d കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. 9n² + 6n + 1 ഡിവൈഡഡ് ബൈ 3. റിമൈൻഡർ ആണ് എനിക്ക് ആവശ്യം, ശിഷ്ടമാണ് എനിക്ക് ആവശ്യം. ശിഷ്ടം എത്ര കിട്ടേണ്ടത്? ഇവിടെ ഉണ്ട്, 1 ആണ് കിട്ടേണ്ടത്. നോക്കാം കിട്ടുന്നുണ്ടോ നോക്കാം. 9ൽ ഒരു 3 വെട്ടിപ്പോയി. അല്ല 9ൽ 3 9 കറക്റ്റാ. 6ൽ 2 3 6 കറക്റ്റാ. അതിലൊന്നും ബാക്കിയില്ല. 1ൽ 3 ഇല്ലാത്തതുകൊണ്ട് 1 ആണ് അവിടുത്തെ റിമൈൻഡർ ആണോ അല്ലേ? സോ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എത്ര? 1. കിട്ടിയ റിമൈൻഡർ എത്ര? 1. സോ ഈ x² ഇതൊരു ടേം ആണെന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഹെൻസ് എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെക്കുക. ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റിൻ്റെ പകരം അവിടെ പ്രൂവ്ഡ് എന്നാക്കുക. പ്രൂവ്ഡ് തെളിയിച്ചു. ഇതാണ് ഫസ്റ്റത്തെ പ്രൂഫ്. ഇനി രണ്ടാമത്തെ പ്രൂഫ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇതേ ക്വസ്റ്റ്യൻ ആണ്. 5 8 11 ആയി. അപ്പോൾ ഇതിലുള്ള ടേംസിന്റെ സ്ക്വയർ ഒന്നും ഇതിലില്ല എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇതിലുള്ള 5 8 11 ഏതൊരു ടേമിനെ നിങ്ങൾ എടുത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. റിമൈൻഡർ 2 ആണ് കിട്ടണത് ആണോ അല്ലേ? സോ ദെൻ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുക. 3n + 2. 3n + 2 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കി, റിമൈൻഡർ 2 തന്നെ കിട്ടുക. ആൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞത് എല്ലാ ടേമിനെയും കോമൺ ആയിട്ട് പറയണതാണ്. അപ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ. ഇതിലുള്ള സ്ക്വയേഴ്സിന്റെ ഇതിലുള്ള ടേംസിന്റെ സ്ക്വയർ
സ്ക്വയർ അഥവാ 5ന്റെ സ്ക്വയർ 25, 8ന്റെ സ്ക്വയർ 64, ഇതൊക്കെ ഇത് തന്നെ ഉണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല. അതെങ്ങനെ ഇല്ലാന്ന് തെളിയിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതാ എക്സിൻ്റെ സ്ക്വയർ കാണാം. അപ്പോൾ ഇങ്ങനെ കിട്ടും എക്സ്പാൻഷൻ. ഇത് ഉണ്ടോ നോക്കണമെങ്കിൽ നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9n² + 12n + 4 / 3 എത്ര വരും റിമൈൻഡർ? ബാക്കി ഇതാ 9ൽ 3 ഉണ്ട്, 12ൽ 3 ഉണ്ട്, 4 3 ഉണ്ട്, 4ൽ എത്ര 3 ഉണ്ട്? 4ൽ ഒരു 3 ഉണ്ട്, ബാക്കി 1 റിമൈൻഡർ ഉണ്ട്. നമുക്ക് റിമൈൻഡർ 2 അല്ലേ കിട്ടണ്ടേ? നമുക്ക് റിമൈൻഡർ 1 അല്ലേ കിട്ടി? സോ റിമൈൻഡർ സെയിം അല്ല. അതുകൊണ്ട് xn² എന്ന് പറഞ്ഞ ഒരാൾ ഇതത്തെ ടേം ആവില്ല. ഓക്കെ ആണല്ലോ. xn² എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ വർഗ്ഗമാണ്. സോ അതുകൊണ്ട് തന്നെ ശ്രേണീത്ത പദമല്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് വെക്കുക. ക്വസ്റ്റ്യന് മുന്നിൽ ഹെൻസ് എന്ന് എഴുതി വെക്കുക. ആൻഡ് പ്രൂവ് ഉള്ളിടത്ത് പ്രൂവ്ഡ് ആക്കുക. ദാറ്റ്സ് എനഫ്. മലയാളം മീഡിയം സെയിം തന്നെ, തെളിയിക്കുക എന്നുള്ളതിൻ്റെ തെളിയിച്ചു നോക്കിയാൽ മതി. ഇനി ഇതിലെങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 6 7 14 ഇത് 6 10 14 കോമൺ ഡിഫറൻസ് കാണാം 4. ഫസ്റ്റ് ടേം 6. ആൾജിബ്രായിക് ഫോം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ഒറ്റയടിക്ക് എഴുതാണ് 4n + 2. ഓക്കെ. ഇനി ചെയ്യേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കട്ടെ. 4n + 2നെ ഞാൻ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. റിമൈൻഡർ എത്ര കണ്ടാൽ തന്നെ അറിയാം. നോക്കി നോക്കുക. 4 വെട്ടിപ്പോവും. 2ൽ 4 ഇല്ലാത്തതുകൊണ്ട് 2 ആയിരിക്കും അവിടുത്തെ റിമൈൻഡർ. ശിഷ്ടം. അപ്പോൾ നമുക്ക് ഞാൻ ഈ ശ്രേണിത്തെ ഏത് പദം വന്നാലും റിമൈൻഡർ 2 ഇടണം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ഒരു പൂർണ്ണവർഗ്ഗം ഇല്ലാന്ന് തെളിയിക്കണം. അഥവാ ഈ ശ്രേണിത്തെ പദങ്ങളുടെ വർഗ്ഗമല്ല, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു പൂർണ്ണവർഗ്ഗം അല്ല എന്നുള്ളത്. അഥവാ ഇതിലൊരു പെർഫെക്റ്റ് സ്ക്വയറും ഇല്ല എന്നുള്ളത്. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണോ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 16, 25, 36, 49, 69, 81, 100 ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗ്ഗങ്ങൾ. ഇതില്ല എന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. പൂർണ്ണവർഗ്ഗങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കുക വെറുതെ റഫായിട്ട്. 1, പിന്നെ ഏതാ 4 ഉണ്ട്, 9 ഉണ്ട്, 16 ഉണ്ട്, 25 ഉണ്ട്. ജസ്റ്റ് റഫായിട്ട് എടുത്തു. നിങ്ങൾ വെറുതെ 1നെ 4 അല്ലേ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ്. 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. റിമൈൻഡർ എത്ര? റിമൈൻഡർ ബാക്കി 1ൽ 4 ഉണ്ടോ? അപ്പോൾ 1 തന്നെയാണ് ബാക്കി. ഉറുപ്പ്യ കൊണ്ട് പീടിപ്പോയി. 4 റുപ്യൻ്റെ സാധനം ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. അവിടെ ബാക്കി ഉറുപ്പ്യ തിരിച്ചു തരും. ഉറുപ്പ്യ തിരിച്ചും കിട്ടുന്നത് തരും. ഇനി 4നെ ഞങ്ങളൊന്ന് വെറുതെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. റിമൈൻഡർ എത്ര കിട്ടണേ? 0 കിട്ടുക. 4ൽ എത്ര 4 ഉണ്ടോ? ഒരു 4 പോയി. ബാക്കിയൊന്നുമില്ല. ബാക്കിയില്ലെങ്കിൽ റിമൈൻഡർ 0. ഇനി 9നെ ഞങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. റിമൈൻഡർ എത്ര? 1 ആയിട്ടാണ്. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. റിമൈൻഡർ 0 ആയിട്ടാണ്. വീണ്ടും റിമൈൻഡർ 1 ആയിട്ടാണ് കേട്ടോ. റിമൈൻഡർ 1 0 കിട്ടണം. നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എത്ര? 2 കിട്ടണില്ലല്ലോ. ശുദ്ധ ശ്രേണിയല്ല. ജസ്റ്റ് ഇത് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സോ ദെൻ ഇനി പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ്. അഥവാ ഇത്രേ ഉള്ളൂ. 9, 27, 45 ഇതിത്തെ എത്ര പദങ്ങളുടെ തുക എടുത്താലും അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിക്കുക. അതൊരു പൂർണ്ണവർഗ്ഗമാണെന്ന് തെളിയിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ പദം നോക്കി 9 ഒരു സ്ക്വയർ അല്ലേ? 3ന്റെ സ്ക്വയർ അല്ലേ? ഇനി ആദ്യത്തെ 2 പദങ്ങൾ കൂട്ടി നോക്കി. 9 27 കൂട്ടിയാൽ 36 അല്ലേ? 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ അല്ലേ? ഇനി 9 27 45 കൂട്ടി നോക്കി. 9 27 45 കൂട്ടി 81. 81 9ന്റെ സ്ക്വയർ അല്ലേ? ആണോ? അല്ലേ? അങ്ങനെ ഇതിത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലും ഒരു പൂർണ്ണവർഗ്ഗമാണ് കിട്ടുന്നത് തെളിയിക്കണം. സിമ്പിളാണ്. ആദ്യം തന്നെ തുകയുടെ ബീജഗണിത രൂപം കാണാം. ആദ്യം തുകയുടെ ബീജഗണിത രൂപം കാണണമെങ്കിൽ നിങ്ങളോട് കൺസെപ്റ്റ് ശ്രദ്ധിച്ചോ. ആദ്യം ഡി എഴുതുക. ഡി എത്ര ഇവിടെ? 18. ഡി കിട്ടിയ ഒരാൾ d/2 എഴുതിയേക്കുക. ഇത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഡീൻ്റെ പകുതി എഴുതി വെച്ചാണ് 9. ഇനി എഫ് എഴുതിയേക്കുക. എഫ് 9 തന്നെയാണ്. നമുക്കിവിടെ തുകയുടെ ബീജഗണിത രൂപം എഴുതാൻ ഈ 2 ആൾക്കാരാണ് ആവശ്യം. ഡീന് ആവശ്യമില്ല. d/2 മതി. എന്താ തുകയുടെ ബീജഗണിത രൂപം? Sn = d/2n² + f - d/2 × n. ശ്രദ്ധിച്ച് കേൾക്കണേ. ചില ആളുകൾ pn² + qn എന്നും പഠിക്കലുണ്ടാവും. 2 സെയിം നിങ്ങൾ പഠിച്ച രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ എന്തായാലും ഇതാ പറയുന്നത്. d/2n². d/2 എന്ന് പറഞ്ഞാൽ 9. n² + f എത്ര? 9 - d/2 എത്ര? 9 × n. ദാറ്റ് ഈസ് 9n². 9 9 പോയാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോലെടാ. 0 എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോലെ. 0 എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോവും. അപ്പോൾ എന്താ വരിക? ബാക്കി 9n² മാത്രം അവിടെ ബാക്കി ഉണ്ടാവും. ഇവിടെ നിന്നാണ് ട്വിസ്റ്റ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ കിട്ടി 9n² ആണോ? അല്ലേ? ഒറ്റ സ്റ്റെപ്പ് എക്സ്ട്രാ ഉള്ളൂ. 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ അല്ലേ? 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ അല്ലേ? 9 എന്ന് പറഞ്ഞാൽ 3² അല്ലേ? n² അവിടെ തന്നെ കേട്ടോ. ഒന്നുമില്ല. ഞാൻ 9ൻ്റെ പകരം 3² എഴുതി. കുഴപ്പമുണ്ടോ? 3ൻ്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 9 തന്നെയാണ്. 9ൻ്റെ പകരം ഞാൻ 3² എഴുതിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ചെയ്യേണ്ടത് 2 ആൾക്ക് സ്ക്വയർ അല്ലേ? മഞ്ജുവിൻ്റെ വീട്ടിലും പട്ടിയുണ്ട്, കുഞ്ചുവിൻ്റെ വീട്ടിലും പട്ടിയുണ്ട്. സോ മഞ്ജു ഇൻറ്റു കുഞ്ചു ആൻഡ് ദർ ഈസ് ഓൾവേസ് പട്ടി. ദാറ്റ്സ് എനഫ്. Sn = 3n². 3n² എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇറ്റ്സ് എ പെർഫെക്റ്റ്
സ്ക്വയർ അഥവാ ഒരു പൂർണ്ണവർഗ്ഗമാണ് 3n² ആണോ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇതാ എന്നിന് 4 പദങ്ങൾ കൂട്ടണം. 4 പദങ്ങൾ എന്നിലോടുത്ത് 4 കൊടുത്ത് നോക്കി. അപ്പോൾ ഇക്വേഷനിലൊക്കെ എന്നിലോടുത്ത് 4 വരും. അപ്പോൾ 3 × 4 ഹോൾ സ്ക്വയർ വരും. 3 × 4 എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ. 12 വരും. 12 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് 144. ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ഒരു പൂർണ്ണവർഗ്ഗം അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ 4 പദങ്ങൾ കൂട്ടി നോക്കി. 9, 27, 45. അടുത്ത പദം എന്ന് പറഞ്ഞാൽ 45, 54, 63 ഏകാരം. 63 ഏകാരം. വെറുതെ ഒന്ന് കൂട്ടി നോക്കി. ഈ ശ്രേണിത്തെ അടുത്ത പദം 63 ഏകാരം. ഈ 4 പദങ്ങളൊന്ന് ജസ്റ്റ് കൂട്ടി നോക്കി. എത്ര വരും വെച്ച് കഴിഞ്ഞാൽ 63, 9, 72, 144 വരിക. അതിനല്ലേ എവിടെയും കിട്ടിയിരിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയറാണ് വരിക. ഹോൾ സ്ക്വയർ അല്ലേ? ഹോൾ സ്ക്വയർ വന്നാൽ തന്നെ പെർഫെക്റ്റ് സ്ക്വയറാണ്. ഇവിടം വരെ എഴുതിയാൽ മതി. ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഹോൾ സ്ക്വയർ ആണ്. കണ്ടാൽ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പൂർണ്ണവർഗ്ഗമാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ തന്നെ എഴുതിയേക്കാം. ക്വസ്റ്റ്യൻ തന്നെ ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്തേക്കണം. ദെൻ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ്. നല്ല ക്വസ്റ്റ്യൻ. ഇതിലെന്താ ചോദിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ മുറിച്ചിക്കണ്. ഇത് പരസ്പരം ലംബാണ്. ഇത്രയൊക്കെ പറഞ്ഞിക്കണേ. ഇത് പരസ്പരം 90 ഡിഗ്രി ആണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിക്കണേ. ഞാൻ എഴുതാൻ മറന്നതാണ്. ഇനി ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇതൊരു വളയാണ് എഴുതുക. ഈ വളപ്പോതാ ഇങ്ങനൊരു പൊട്ടും, ഇങ്ങനൊരു പൊട്ടും, ഇങ്ങനൊരു പൊട്ടും, ഇങ്ങനൊരു പൊട്ടും. 4 പൊട്ടായിട്ട് മുറിഞ്ഞിരിക്കണം. ഇതിൽ ഈ 2 പച്ച പൊട്ടുകളുണ്ടോ? ഈ ആർക്കുകൾ. ഈ 2 ആർക്ക് കൂട്ടി വെച്ചാൽ ഒരു സെമി സർക്കിൾ കിട്ടും. അത് തെളിയിക്കേണ്ടത് സിമ്പിളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സെൻട്രൽ ആംഗിൾ കാണുക. എന്നിട്ട് ഇത് കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും തെളിയിച്ചാൽ മതി. കാരണം ഇത് 180 ഡിഗ്രി ആരുടെ സെൻട്രൽ ആംഗിളാണ്? സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അറിയാത്ത കുട്ടികളൊന്നും ഇല്ലയെന്ന് പ്രതീക്ഷിക്കണം. സോ ദെൻ നമ്മൾ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ എങ്ങനെയാണ് ചെയ്യുക. ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു വരിയും ഇവിടെ ഒരു വരിയും വരച്ചു. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഈ ചിത്രം അങ്ങനെ ആക്കി മാറ്റി ആൻസറിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ? ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ. ഇത് 90 ആണ്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 90 ആണ്. ഇനി എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രയാങ്കിളത്തെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടുക. ആണോ അല്ലേ? ഇതിലിപ്പോൾ 3 ആംഗിൾ ഉണ്ട്. അതിൽ ഒരു ആംഗിൾ തന്നെ 90 പോയി. അപ്പോൾ 180 ഇപ്പോൾ ഓൾറെഡി 90 പോയി. ഇനി ആകെ എത്ര 90 ബാക്കിയുള്ളൂ. ആണോ അല്ലേ? ഈ 90 അല്ലേ ഈ 2 കുഞ്ഞു കുട്ടിയെ കിട്ടണ്ടേ? ഈ 2 ആംഗിളിന് കിട്ടണ്ടേ? ആണോ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അതിലൊരു ആംഗിൾ എക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിലൊരു ആംഗിൾ എക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ആംഗിൾ എക്സ് ആണ്. ഇതെന്താന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തരട്ടെ. ആ ആംഗിൾ 90 - എക്സ് കാരണം 90 എക്സ് കുറച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് കൂട്ടി നോക്കി. വെറുതെ ഒന്ന് കൂട്ടി നോക്കി. ആ 2 ആംഗിൾ വെറുതെ ഒന്ന് കൂട്ടി നോക്കി. എക്സ് ഉണ്ട് കേട്ടോ, നെട്ടരുതേ. പ്ലസ് 90 - എക്സ്. -എക്സും +എക്സും വെട്ടിപ്പോയില്ലേ? ബാക്കി 90 അല്ലേ? കണ്ടോ? കൂട്ടിയ 90 അല്ലേ കിട്ടണേ? അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3 ആംഗിൾ കൂട്ടിയ 180 കിട്ടണം. അതിൽ ഒരു ആംഗിൾ തന്നെ 90 പോയി. 180 90 പോയി കഴിഞ്ഞാൽ ആകെ 90 ബാക്കിയുള്ളൂ. ഈ 90 വെച്ച് വേണം ഈ 2 ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റൊരാൾ 90 - എക്സ് ആയിക്കാരം. ഉറപ്പല്ലേ? ഇത് പഠിച്ചു ചോളിട്ടോ. ഇത് പിന്നെ ഞാൻ എഴുതുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കരുത്. സോ ദെൻ നോക്കിക്കോ. ഇവിടെ ശ്രദ്ധിച്ചോ. ഞാൻ ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ. ഒരു ആംഗിൾ കൂടി അവിടെ എക്സ് ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ളവരാകെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ AQC പറഞ്ഞ ആർക്കുണ്ടോ? കാണണേ. AQCൻ്റെ ഒരറ്റം എയും ഒരറ്റം സിയും ആണ്. എല്ലാ മക്കൾക്കും അറിയില്ലേ? ഒരു ആർക്കിൻ്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്തേക്ക് അവസാനിക്കുന്ന ആംഗിൾസ് ഒക്കെ സെയിം ആണിതാ. ഇതൊക്കെ സെയിം ആണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയില്ലെങ്കിൽ പരിപാടി നിർത്തി പോയിക്കോളിട്ടോ. പ്രൂഫിന് വന്നൊക്കെ പോലെ. സോ ദെൻ ഈ ആർക്ക് ഉണ്ടോ? ഈ ആർക്ക് വന്നിട്ടാണ് 2 ആംഗിൾ ഉണ്ട്. ഒരു ആംഗിൾ ഇത് ABC. ഒരു ചുവന്ന ആംഗിൾ കൂടി കണ്ടോ? ADC. രണ്ടും തുടങ്ങണത് എന്നും അവസാനിക്കണ സിയിലും അല്ലേ? ഇപ്പാൻ്റെ പേര് എയും ഉമ്മാൻ്റെ പേര് സിയും അല്ലേ? സോ ദാറ്റ് മീൻസ് ഒരേ ആർക്ക് മേലെ ചെന്ന് അവസാനിക്കണം. സോ ദാറ്റ് മീൻസ് ഈ ആർക്ക് എന്താണോ അതന്നെ കാര്യം ഇവിടെയും വരിക. സോ എത്ര കാരം വരിക? ഇവിടെയും തന്നെ വരിക എക്സ്. ക്ലിയർ ആണ്? ഇനി അതിന് ശേഷം ഇത് 90 ആണെങ്കിൽ എല്ലാം 90 കാരം വരിക. ഇതും 90 കാരം വരിക. ഞാൻ കാര്യം പറയട്ടെ. ഇത് 90 ഇത് എക്സും ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ അനുസരിച്ച് ഇത് 90 - എക്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഇത് 90 ആണെങ്കിൽ ഇത് 90, ഇത് എക്സ് ആണെങ്കിൽ ഇത് 90 - എക്സ് ആയിരിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. എൻ്റെ ചോദ്യം വളരെ കൃത്യമായിട്ട് ഞാനതിൽ എഴുതി വെച്ചേക്കണേ. ഇതാ നോക്കിക്കോ. ഓക്കെ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ AQC ഉണ്ടോ? ഇത് വന്ന് സെൻറ്റർക്ക് പോണ ആംഗിളാണിത്. ഈ ആംഗിൾ എത്രയെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ആർക്കുണ്ട്. ഈ ആർക്ക് വന്ന് സർക്കിൾ നമുക്ക് 50 പോകണമെങ്കിൽ സെൻറ്റർക്ക് എപ്പോഴും അതിൻ്റെ ഡബിൾ പോകണം, 100 പോകണം. ആണോ അല്ലേ? ഈ ആർക്കുണ്ട്, ഈ പച്ച ആർക്ക്, ഇത് വന്ന് സർക്കിൾ നമുക്ക് പോകണ 2 ആംഗിൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും എക്സ് ആണ്. ആണോ അല്ലേ? എന്നാൽ സെൻറ്റർക്ക് പോകണ ആംഗിൾ അതിൻ്റെ ഡബിൾ അല്ലേ വരിക? അപ്പോൾ അത് എത്ര വരും? 2x. ഞാൻ ചിത്രം ഇവിടെ സെൻട്രൽ ആംഗിൾ ചിത്രം ഇവിടെ ഇറക്കണില്ല. ചിത്രം ആകെ എരപ്പാവും കരുതിയിട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കണം. AQC എന്ന ആർക്ക്, ഈ ആർക്കാണത്.
ഇതുമെന്ന് സർക്കിളുമൊക്കെ പോണ രണ്ട് ആംഗിൾ ഇതാ ABC ADC, അത് രണ്ടും എക്സ് ആണ്. അത് രണ്ടും എക്സ് ആണ്. അപ്പോൾ ഇത് രണ്ട് എക്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെൻട്രൽ ആംഗിൾ അതിൻ്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും വരിക. അങ്ങനെ ആലോചിച്ചാൽ മതി. സെൻട്രൽ ആംഗിൾ വരച്ചാൽ കരപ്പാക്കണം, അതിനെക്കാട്ടും നല്ല സർക്കിളുമൊക്കെ എക്സ് പോയി അതിൻ്റെ ഡബിൾ ഇവിടെ വരും. ഇവിടെ 50 ആണെങ്കിൽ സെൻട്രൽ 100 വരണം, അത്രേ ഉള്ളൂ. സോ ദെൻ ഇനി ആർക്ക് ഫസ്റ്റ് ആർക്ക് കഴിഞ്ഞു. നിങ്ങൾ തല തിരിച്ചു പിടിച്ചാൽ ഇനി അടുത്ത ആർക്ക് എടുക്കുക. ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കി. ബുക്ക് തല തിരിച്ചു പിടിച്ചാൽ നിങ്ങൾ തല തിരിച്ച് നോക്കണമെന്നില്ല. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ആർക്ക് ഉണ്ടോ, ഇത് തുടങ്ങുന്നത് ബിയിലും അവസാനിക്കുന്ന ഡിയിലും. ഇവിടെ നിന്ന് പോണ രണ്ട് ആംഗിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് BCD, ഒന്ന് BAD. ഈ രണ്ട് ആംഗിൾ അല്ലേ, ഈ രണ്ട് ആംഗിൾ 90 - x അല്ലേ, ആണോ അല്ലേ? നോക്കി നോക്കി. BADയും BCD 90 - x ആ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? സർക്കിളുമൊക്കെ പോകണമെന്ന് നോക്കിക്കോളിട്ടോ. 90 - x. തല കുത്തനെ നോക്കണേ, എന്നാലും നിങ്ങൾ പഠിച്ച രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ സെൻട്രൽ എത്ര വരിക? അതിൻ്റെ ഡബിൾ വരും. 90 - xന്റെ ഡബിൾ എത്ര? 90ന്റെ ഡബിൾ 180, എക്സിൻ്റെ ഡബിൾ 2x. അപ്പോൾ 180 - 2x, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ കിട്ടി. രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ കിട്ടി. ഞാൻ ജസ്റ്റ് ഈ രണ്ട് ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾ കൂട്ടുകയാണ്. ഫസ്റ്റത്തെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 2x, രണ്ടാമത്തെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 180 - 2x. കൂട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇവിടെ -2x +2x വെട്ടിപ്പോയി. -2x +2x എന്തായിട്ട് പോയി? വെട്ടിപ്പോയി. എന്താ +2x -2x വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 180 ഡിഗ്രി അല്ലേ ഉള്ളത്, ആണോ അല്ലേ? ആ 180 ഡിഗ്രി ആറ് സെൻട്രൽ ആംഗിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് അത് ആരുടെ സെൻട്രൽ ആംഗിളാണ്? സെമി സർക്കിൾ. അതുകൊണ്ടാണ് സെമി സർക്കിളിൻ്റെ ആംഗിൾ എപ്പോഴും 90 വരുന്നത്. എപ്പോഴും സെൻറ്ററിൻ്റെ പകുതിയല്ലേ സർക്കിളും വരിക. ഇതറിയാമെന്ന് പ്രതീക്ഷിക്കണം. സോ ഇത് സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ്. പ്രൂവ് ആയി. എന്താ ചോദിച്ചിരിക്കണേ? ഈ രണ്ട് പച്ചപ്പൊട്ടാൾ ചേർത്ത് വെച്ചാൽ ഒരു സെമി സർക്കിൾ കിട്ടണം എന്നാണ് തെളിയിച്ചിരിക്കണേ. അത് തെളിയിച്ചു, അത്രേ ഉള്ളൂ. ഇത്ര എഴുതി വെച്ചാൽ മതി, ഇത്ര എഴുതി വെച്ചാൽ മതി. പറയുന്ന കാര്യങ്ങൾ ഈ ചിത്രം കൂടി വൃത്തിക്കാക്കി കഴിഞ്ഞാൽ നൈസായിട്ട് മാർക്ക് കിട്ടും. ഇനി അടുത്തത് ഏറ്റവും സിമ്പിളസ്റ്റ് പ്രൂഫ്, കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് വന്ന പ്രൂഫാണ്. നോക്കിയോ, ഇതിൽ ചോദ്യതാണ്. ഇതിൽ 110 ഞാൻ ഈ ചിത്രം കണ്ടതാ. ചോദ്യതാണ് ഇതിൽ പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ്, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിളും ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സ് ഇപ്പോൾ ബി എന്ന വെർട്ടെക്സ് ഇത് ഔട്ടർ ആംഗിൾ ആണ്, ഇത് പുറത്തുള്ള ആംഗിൾ ബാഹ്യകോൺ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് ഇത് ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ്. അതോ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടത്. സിമ്പിളാണ്, നോക്കിക്കോ. ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ഇത് ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ്. അഥവാ ഈ രണ്ട് കർപ്പ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. സിമ്പിളാണ്, നോക്കിക്കോ. ഞാനിതിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ബുദ്ധിയുള്ള ഒരാൾക്ക് പറഞ്ഞൂടെ ഇത് എത്ര ഏകാരം എന്നുള്ളത്? ഒരു ലൈനുമ്പോൾ രണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ അത് ലീനിയർ പെയറാണ്. ഇത് 80 ആണെങ്കിൽ ഇത് 100 ഏകാരം. കാരണം ഒരു ലൈനുമ്പോൾ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടൽ നിർബന്ധമാണ്, ആണോ അല്ലേ? ലീനിയർ പെയർ, രേഖീയ ജോഡി. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 - x. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിത്തരാം. എക്സ് + 180 - x, -x +x വെട്ടിപ്പോയി 180. കണ്ടോ, കൂട്ടിയ 180 തെളിയിച്ചു. ഇനി ചോദ്യം, ഇത് 180 - x ആണെങ്കിൽ ഇതെന്താ വരിക? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി അല്ലേ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ കേസിൽ? ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 അല്ലേ കിട്ടണ്ടേ? എതിർ കോണുകൾ കൂട്ടിയാൽ 180 അല്ലേ കിട്ടണ്ടേ? അപ്പോൾ ഇതെന്താ വരിക? 180 - x എന്ത് കൂട്ടിയാലാ 180 കിട്ടുക? എക്സ് കൂട്ടിയാലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടി തരടാ. ഇത് രണ്ടൊന്ന് കൂട്ടി നോക്കി. ഒരു ആംഗിൾ 180 - x, മറ്റേ ആംഗിൾ +x. +x -x വെട്ടിപ്പോയി 180, ആണോ അല്ലേ? സോ സിമ്പിൾ ആൻസർ. ഇനി അടുത്തതിലേക്ക് പോകാം. അല്ല, ഇതന്നെ എങ്ങനെ ചെയ്യുക വെച്ചാൽ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇവിടെ എക്സ് കിട്ടി, ഇവിടെ എക്സ് കിട്ടി, രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കണ്. BC എന്ന ആംഗിൾ എക്സ് എടുത്തു, ഈ ആംഗിൾ എക്സ് എടുത്തു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ആംഗിൾ 180 - x ആയി. ഈ ആംഗിൾ 180 - x ആയി, കാരണം ലീനിയർ പെയർ, രേഖീയ ജോഡി. ഇനി അപ്പോൾ ഈ ആംഗിൾ വീണ്ടും എക്സ് ആയി, കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, സീക്വന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകളാണ്. ഇനി പിന്നെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതും എക്സ് ആയി, ഇതും എക്സ് ആയി. ഇപ്പം എന്താ? ഇതൊരു മൂലയിൽ പുറത്തത്തെ കോണും, ഇതൊരു അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്തെ കോണും. ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. തെളിയിച്ചു. ദാറ്റ്സ് എനഫ്. ക്വസ്റ്റ്യൻ തായത് തെളിയിക്കുക, മാറ്റി തെളിയിച്ചു വെക്കുക, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് മാറ്റി പ്രൂവ് ദാറ്റ് ആക്കുക. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? സംഭവം ഇത്രേ ഉള്ളൂ. ഈ വലിയ ABCD ഇല്ലേ, ഇതൊരു വലിയ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തെളിയിക്കുക. ഇതിപ്പോൾ 3 സർക്കിളിൻ്റെ ഉള്ളിലല്ലേ നിൽക്കണേ? ഇപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ തെളിയിക്കണം ഇത് വലിയൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണം. ചിത്രം അവിടെ താഴെ തന്നിക്കണം. ഈ ചിത്രത്തിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ തെളിയിക്കുക എന്നുള്ളത്. നോക്കിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ശ്രദ്ധിച്ചേർത്താൽ മതി. ഇതെത്ര വരിക? എടാ, ഈ ASPB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ സർക്കിളിൻ്റെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ, ചക്രീയ ചതുർഭുജം അല്ലേ? അപ്പോൾ അത് എക്സ് ആണെങ്കിൽ ഇതെന്താ വരിക?
180 മൈനസ് എക്സ് അല്ലേ വരിക? വൺ എയ്റ്റി മൈനസ് എക്സ് അല്ലേ വരിക? അപ്പോൾ ഇതെന്താ വരിക? ഇത് അത് വീണ്ടും എക്സ്. കാരണം ഇത് രണ്ടും കൂട്ടിയ 180 കിട്ടണം. ഡൗട്ടിനായി കൂട്ടിക്കുക. എക്സും 180 മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയി. അപ്പോൾ ഇത് ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആവണമെങ്കിൽ ഇവിടെ എന്ത് വരണം? എക്സ് വരണം. ഇത് രണ്ടും കൂട്ടിയ 180 ആണെന്ന് തെളിയിച്ചു തരണോ? അടിയും കിട്ടും. ദെൻ ഇനി അപ്പോൾ ഇതെന്താ വരിക? 180 മൈനസ് എക്സ്. കാരണം എന്താ? ഈ രണ്ടാമത്തെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഉണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ സർക്കിളിൻ്റെ സൈക്ലിക് ക്വാഡ്രിലേറ്ററാണ്, ചക്രീയ ചതുർഭുജമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ഇനി അത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതെന്താ വരിക? എക്സ്. അപ്പോൾ ഇതെന്താ വരിക? 180 മൈനസ് എക്സ് തന്നെ വരും. സെയിം പരിപാടി. ഡൗട്ട് ഉണ്ടോ? ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഓപ്പോസിറ്റ് സെയിം അല്ല, സപ്ലിമെൻ്ററി അല്ലെങ്കിൽ കൂട്ടിയ 180. ഇത് ലീനിയർ പെയർ, രേഖീയ ജോഡി, ഒരേ പരമത്തെ രണ്ട് കോണ്. വീണ്ടും അപ്പോൾ ഇനി നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് എ ബി സി ഡി എന്ന വലിയ ക്വാഡ്രിലേറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെന്ന് അതിന് ഒറ്റ സർക്കിളിൻ്റെ ഉള്ളിൽ വരക്കാൻ പറ്റുന്ന സിമ്പിൾ ഐഡിയ ആണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയ 180 കിട്ടണം. ഇവിടുത്തെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ? ഇത് രണ്ടൊന്ന് കൂട്ടി നോക്കി. ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. രണ്ടും ഒന്ന് കൂട്ടി നോക്കാം. എക്സ് പ്ലസ് 180 മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയ 180. സിമ്പിൾ അല്ലേ? രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടി സപ്ലിമെൻ്ററി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സപ്ലിമെൻ്ററി എന്ന് പറയാൻ പറ്റും. ഞാൻ ചെയ്ത ഓരോ സ്റ്റെപ്പോടെ എഴുതി വെച്ചിരിക്കണം, നമുക്ക് നോക്കിയെടുക്കാം. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയപ്പോൾ 180 കിട്ടി കേട്ടോ. ഇതാ ആംഗിൾ ഏതാണ്? ആംഗിൾ സി ഇതാണ്. ഇത് രണ്ടും കൂട്ടിയപ്പോൾ 180 കിട്ടി. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടി 180 കിട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോ അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. ഇനി ഇത് പ്രൂവ് ദാറ്റ് ആംഗിൾ ഒ എ സി എത്ര? ആംഗിൾ ഒ എ സി, ഒ സി എ എക്സ് എന്ന് വിളിക്കാൻ പറഞ്ഞു. ഒ സി എ. അതിന് മുമ്പ് ഞാനൊരു വരയും കൂടി വരച്ചുതരാം. ഓക്കെ, ഒരു വരയും കൂടി വരച്ചു. ഇത് സെൻറ്റർ അല്ലേ? അപ്പോൾ ഇത് റേഡിയസ് അല്ലേ വരിക? അപ്പോൾ ഇത് റേഡിയസ് അല്ലേ? സെൻറ്ററിൽ നിന്ന് സർക്കിൾ നമുക്ക് വരച്ചാൽ റേഡിയസ് ആണ്. അപ്പോൾ അത് രണ്ട് ഈക്വലാണ്, രണ്ട് റേഡിയസ് ആണ്. ആംഗിൾ ഒ സി എൻ എക്സ് എന്ന് വിളിക്കാൻ പറഞ്ഞേ. എന്താ പ്രൂഫ് പറഞ്ഞേ? പ്രൂഫ് എന്താ ചോദിച്ചേ? ആംഗിൾ എ ബി സിന്ന് ആംഗിൾ ഒ സി എ കുറച്ച് 90 കിട്ടും. സിമ്പിളാന്ന് നോക്കിക്കോ. ഈ കുഞ്ഞ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ ഒരു ഐസോസലസ് ട്രയാങ്കിൾ അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ അല്ലേ? സമപാർശ്വ ത്രികോണം. അപ്പോൾ ഇത് എത്ര വരിക? ഇത് എക്സ് വരും. കാരണം എന്താ? ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റ് ആണിത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണിത്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ഈകാരം എപ്പോഴും. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ഇത് എത്ര ഈകാരം എന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 180 അല്ലേ കിട്ടേണ്ടത്? ഇപ്പോൾ 180 ഇപ്പോൾ ഇവിടെ ഒരു എക്സും പോയി, ഇവിടെ ഒരു എക്സും പോയി. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരിക? സിമ്പിളാണ്, 180 മൈനസ് 2x. ഡൗട്ട് ഉണ്ടോ? ഇത് മൂന്നും കൂട്ടി വെക്കാം. എന്താ? ഒരു ആംഗിൾ എക്സ്, മറ്റേ ആംഗിൾ എക്സ്, ഒരു ആംഗിൾ 180 മൈനസ് 2x. എക്സും കൂട്ടിയ 2x പ്ലസ് 180 മൈനസ് 2x. മൈനസ് 2x പ്ലസ് 2x വെട്ടിപ്പോവും. സിമ്പിൾ അല്ലേടാ? ഇനി ചോദ്യം, ഇത് 180 മൈനസ് 2x അവിടെ കണ്ടുക്കുന്ന ഒരു പ്രൂഫിൽ ആയിക്കോട്ടെ വാട്ടവർ. ഇത് 180 മൈനസ് 2x ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ഈകാരം? സർക്കിൾ മൊത്തം ആംഗിൾ ബുദ്ധിയിലൊക്കെ പറയാൻ പറ്റും 90 മൈനസ് എക്സ് ഈകാരം. കാരണം സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ഈകാരം സർക്കിൾ വരിക. 180ൻ്റെ പകുതി 90, 2xൻ്റെ പകുതി എക്സ്. സിമ്പിൾ അല്ലേ? ഇനി ഇതെത്ര ഈകാരം വരിക? പറയാൻ പറ്റും ഇതെത്ര ഈകാരം വരിക എന്നുള്ളത്? സിമ്പിൾ ഐഡിയ ആണ്. നമുക്കറിയാം ഈ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അറിയില്ലേ? ഇത് മേജർ ആർക്കാണ്, ഇത് മൈനർ ആർക്കാണ്. മേജർ ആർക്കത്തൊരു ആംഗിളും മൈനർ ആർക്കത്തൊരു ആംഗിളും കൂട്ടിയാൽ 180 കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഈ ഒരു പുറം മാത്രം നോക്കി, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? ചക്രീയ ചതുർഭുജല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത് രണ്ടും? അപ്പോൾ അത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇത് എത്ര വരിക? അത് 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് സിമ്പിളായിട്ട് പറയാൻ പറ്റും 180 90 മൈനസ് എക്സ് കുറച്ചാൽ മതി. അപ്പോൾ എന്താ വരിക? 180 മൈനസ് 90 മൈനസ് എക്സ് എത്ര വരും? 180 മൈനസ് മൈനസ് 90 പറഞ്ഞാൽ മൈനസ് 90 തന്നെ, മൈനസ് എക്സ് തന്നെ, രണ്ട് മൈനസ് ഒന്നുമില്ല, പ്ലസ് എക്സ്. ബ്രാക്കറ്റ് അങ്ങനെ പൊട്ടിക്കട്ടോ, ആ മൈനസ് കൊണ്ട് രണ്ടാളെ അടിക്കുക. 180 90 പോയാൽ 90 പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ ഈ ആംഗിള് 90 പ്ലസ് എക്സ് എന്ന് വന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. സോ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ എ ബി സി എന്ന് ആംഗിൾ ഒ സിയെ കുറച്ചാൽ 90 കിട്ടുന്ന ആംഗിൾ എ ബി സി
ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ ഒ സി എ 90 കിട്ടുമോ നോക്കാം. ആംഗിൾ എ ബി സി എത്ര നോക്കി നോക്കട്ടെ. ആംഗിൾ എ ബി സി ആണ് 90 പ്ലസ് എക്സ് ആണ്. മൈനസ് ആംഗിൾ ഒ സി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഒ സി എ എക്സ് മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയാൽ 90 കിട്ടൂലേ. ഇതല്ലേ തെളിയിക്കാൻ പറഞ്ഞ ആണോ അല്ലേ. സോ ഇത്ര എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ഇതിൽ ഞാൻ അധികം നീട്ടിപ്പരത്തി പറയാൻ നിൽക്കണില്ല. കോമൺ ഡിഫറൻസ് 1/6ഉം ഫസ്റ്റ് ടേം 1/3 എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം എന്തായാലും കാണണം. ഒന്നുമില്ല, ഇതിലെല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടെന്ന് തെളിയിക്കാനാണ്. ആൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എൻ പ്ലസ് ബി പഠിച്ച ആൾക്കാർ അങ്ങനെയും ചെയ്യാം. 1/6 എൻ പ്ലസ് 1/3 മൈനസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എൻ പ്ലസ് ഇതൊന്നുകിൽ ക്രോസ് ചെയ്യാം അല്ലെങ്കിൽ സാധാ പോലെയൊക്കെ ചെയ്യാം, LCM വെച്ചൊക്കെ ചെയ്യാം, എന്തും ചെയ്യാം നിങ്ങളിഷ്ടം. 1/3 മൈനസ് 1/6 ചെയ്യണമെങ്കിൽ ഒരു ഐഡിയ അറിയണം, അടിയത്തെ ആളെ സെയിം ആക്കണമെന്ന്. അടിയത്തെ ആൾക്കാരെ സെയിം ആക്കാൻ വയ്ക്കോ. ഈ 3നെ ജസ്റ്റ് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 ആയിട്ട് മാറൂലേ. അപ്പോൾ ഞാൻ വെറുതെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അടിയിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മേലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1 × 2 2 ബൈ 3 × 2 6 മൈനസ് 1/6. അടിയത്തെ ആൾ സെയിം ആണെങ്കിൽ കൂട്ടലും കുറക്കലും വളരെ സിമ്പിളാണ്. അടിയത്തെ ആൾ അതേപോലെ തന്നെ എഴുതുക. മേലത്തെ ആൾക്കാരെ കുറക്കലാണ് 2 - 1 എത്ര വരും? 1/6 തന്നെ വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 1/3 മൈനസ് 1/6 ആദ്യം ഇവിടെ നിങ്ങോട്ട് ക്രോസ് ചെയ്യുക. 1 × 6 6 മൈനസ് അല്ലേ അടിയിൽ മൈനസ്. ഇനി ഇവിടെ നിങ്ങോട്ട് ക്രോസ് ചെയ്യുക. 3 × 1 3 ഗുണിക്കുക ബൈ അടിയിൽ പിന്നെ ഇത് രണ്ടും ക്രോസ് ചെയ്യുക. 3 × 6 18. നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കണം. അത് 3/18 ഇട്ട് 3 18 3ൻ്റെ മൾട്ടിപ്പിളാണ്. 3 1 3 18 6 3 വെട്ടി ചെറുതാക്കിയ 1/6 കിട്ടും. ഒന്നുകൂടി നല്ല ഇതാണ്. എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 1/6 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ രണ്ടോടത്തും 1/6 ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 1/6 n രണ്ടോടത്തും 1/6 ഇല്ലേ. ഇവിടെ 1 × n എന്ന് പറഞ്ഞാൽ n വരും -6 പ്ലസ് 1/6. രണ്ടോടത്തും 6 വന്നാൽ അടിയിൽ 6 വന്നാൽ അടിയിൽ 6 ചെയ്താൽ മേലത്തെ കൂട്ടുകയാണെങ്കിൽ കൂട്ടുക കുറക്കുകയാണെങ്കിൽ കുറക്കുക. അപ്പോൾ n + 1/6 ഡൗട്ടൊന്നും ഇല്ലല്ലോ. സോ ഇതാണ് ആൾജിബ്രായിക് ഫോം. ഇതിൽ എന്നിന് എന്ത് വില ഇട്ടെടുത്താലും നാച്ചുറൽ നമ്പർ ഇതിൽ ഉണ്ടാകുന്നേ തെളിയിക്കാനുള്ളൂ. ഇതിൽ എന്നിന് എന്ത് വില ഇട്ടെടുത്താലാണ് നാച്ചുറൽ നമ്പർ കിട്ടുക? നിങ്ങൾ പറഞ്ഞാണ് എന്നിന് എന്ത് വില ഇട്ട് കൊടുക്കണം? ഞാൻ പറയട്ടെ. നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ എന്നിന് മേലെ മനസ്സിലാക്കുക. മേലെ ഞാൻ ആദ്യം പറയാം, മേലെ 6ൻ്റെ മൾട്ടിപ്പിൾ വന്നാലേ മേലത്തെ 6ഉം താഴത്തെ 6ഉം വെട്ടി പോകാൻ പറ്റുള്ളൂ. മേലെ 6ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ എന്നിന് എന്തിട്ട് കൊടുക്കണം പറഞ്ഞോളി. എന്നിന് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട വാല്യൂ 5 ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഇക്വേഷനിൽ എന്നിലോടത്തൊക്കെ 5 ആക്കി ഒന്ന് വായിച്ചു നോക്കി. x5 is equal to 5 + 1/6. 5 + 1 6 ആവില്ലേ. 6/6 പറഞ്ഞാൽ 6ഉം 6ഉം വെട്ടിപ്പോയില്ലടാ. 6ഉം 6ഉം വെട്ടിപ്പോയാൽ 1 വരില്ലേ. 1 ഒരു നാച്ചുറൽ നമ്പറാണ്, ഫസ്റ്റത്തെ നാച്ചുറൽ നമ്പറാണ്. ഇനി എന്നിനെ ഇത് വില ഇട്ടെടുക്കാം. നാച്ചുറൽ നമ്പർ വരണമെങ്കിൽ അടിയിൽ 6 വെട്ടിപ്പോയാലേ നാച്ചുറൽ നമ്പർ വരുള്ളൂ. സോ എന്നിന് അടിയിൽ മേലെ 11 കൊടുത്താൽ പോരെ. അപ്പോൾ n 11 + 1 12 12 6 വെട്ടിപ്പോവും. സോ എക്സ് എന്നിലോടത്തൊക്കെ ഇവിടെ എന്നിലോടത്തൊക്കെ 11 ആക്കി വായിച്ചാണ്. x11 is equal to 11 + 1/6. 11 + 1 12 12/6 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. സിമ്പിൾ അല്ലേ. ഇനി എന്നിനെ എത്ര കൊടുക്കണം? അതിൻ്റെ വാല്യൂസ് തന്നെ ഇപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയി. 5ക്ക് 6 കൂട്ടി 11 11ക്ക് ഞാൻ 6 കൂട്ടിയാലും അടുത്ത് 17 ആയിരിക്കും. അടുത്ത് 17 എടുത്ത് നോക്കി. അപ്പോൾ എന്ത് വരും? x17 is equal to 17 + 1 ഡിവൈഡഡ് ബൈ 6 is equal to 18/6 is equal to 2. കേട്ടോ, സിമ്പിൾ ഐഡിയ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിലെല്ലാം നാച്ചുറൽ 18/6 2 അല്ല 3. നിങ്ങൾക്ക് മനസ്സിലായതാ. ഓരോന്ന് വാല്യൂസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1 2 3 എല്ലാ നാച്ചുറൽ നമ്പർ ഈ സീക്വൻസിൽ ഉണ്ടെന്ന് മനസ്സിലായി. ജസ്റ്റ് എക്സെട്ര ഇട്ടാൽ മതി. ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെക്കുക. പിന്നെ ഇനി ഇത് algebraic form of arithmetic sequence is 2n + 1. 2xn is equal to 2n + 1 അല്ല +7. 2n + 7. What is the algebraic form of the algebra of the sum of the sequence? Sum of the sequence കാണണമെങ്കിൽ കോമൺ ഡിഫറൻസ് കാണണം. ഒരു ആൾജിബ്രായിക് ഫോം എന്നെങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം? ഇവിടെ 2 അല്ലേ, അതിൻ്റെ അല്ലല്ല സോറി സാധാ ആൾജിബ്രായിക് ഫോം ആണല്ലോ അല്ലേ. ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ എന്നിനെ പൊത്തിപ്പിടിച്ചാൽ മതി. n പൊത്തിപ്പിടിച്ചാൽ ബാക്കി വായിച്ചാണ് 2 + 7. 2 + 7 എന്താ വരിക? 9 വരും. ആണോ അല്ലേ? സോ കോമൺ ഡിഫറൻസ് 2 ആണെങ്കിൽ കോമൺ ഡിഫറൻസിൻ്റെ പകുതി എന്തായിരിക്കും? 1 അല്ലേ വരിക. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് മനസ്സിലായി 9. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. സമ്മിൻ്റെ ആൾജിബ്രായിക് ഫോം കാണുമ്പോൾ എന്താ Sn is equal to equation d/2 n² + f - d/2 × n ആണോ അല്ലേ. d/2 എത്ര?
1 n സ്ക്വയർ പ്ലസ് എഫ് എത്ര 9 മൈനസ് ഡി ബൈ ടു വീണ്ടും 1 ഇൻറ്റു എൻ ഒക്കെ തന്നിട്ടുണ്ടോ 1 n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ തന്നെയാണ് 9 1 പോയ 8 സോ എസ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് 8 ആണോ അല്ലേ? ഇനി എൻ്റെ ചോദ്യം എന്താ? പ്രൂവ് ദാറ്റ് when 16 is added to consecutive number terms of the starting from the first. അത്രേ ഉള്ളൂ. സമ്മക്ക് 16 കൂട്ടിയാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. സമ്മക്ക് 16 കൂട്ടി വെക്കാം. സമ്മക്ക് ജസ്റ്റ് ഒരു 16 കൂട്ടി വെക്കാം. സം എന്താ? എസ് എൻ ഇതാ എൻ സ്ക്വയർ പ്ലസ് 8 എന്നല്ലേ? ഇപ്പം എസ് എൻ്റെ വരെ എൻ സ്ക്വയർ പ്ലസ് 8 എന്ന് എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ. എസ് എൻ്റെ വരെ ഇവിടെ ഉണ്ട് എൻ സ്ക്വയർ പ്ലസ് 8. അതൊക്കെ ഒരു 16 കൂട്ടി. ശ്രദ്ധിച്ചോ? എൻ സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 എന്ന 4ൻ്റെ സ്ക്വയർ അല്ലേ? ആണോ അല്ലേ? എടാ ഇത് നിങ്ങൾ മറ്റേ സെക്കൻഡ് ഡിഗ്രിയിലൊക്കെ കണ്ടുക്കണമെന്ന് അറിയില്ല. ഇതിനെങ്ങനെയാണ് ഒരു ബ്രാക്കറ്റ് ആക്കുക? അതിൻ്റെ സ്ക്വയർ കംപ്ലീഷനൊക്കെ ചെയ്യുമ്പോൾ എൻ പ്ലസ് 4 ഹോൾ സ്ക്വയർ അല്ലേ ഇത്? ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ പ്ലസ് 4 ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാൻ നോക്കിയാൽ മതി. എൻ പ്ലസ് 4 ഹോൾ സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് വെച്ചാലും മതി. എന്നിൻ്റെ സ്ക്വയർ ഇവിടെ ചെയ്തും 4ൻ്റെ സ്ക്വയർ ഇവിടെ ചെയ്തും രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്. ഇനി ജസ്റ്റ് ആ നമ്പേഴ്സ് വട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും. 2 ഉണ്ട്, n ഉണ്ട്, 4 ഉണ്ട്. 2 ഇൻറ്റു n ഇൻറ്റു 4 2 ഇൻറ്റു 4 എത്ര വരും? 8n. ഇവിടെ 4 സ്ക്വയർ വരും, ഇവിടെ n സ്ക്വയർ വരും. സോ ഇത് ഇതിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലാക്കുക. n പ്ലസ് 4 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഹോൾ സ്ക്വയർ വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത്ര തെളിയിക്കാനുള്ളൂ, നിങ്ങൾ പോയി ചെയ്യാം. ഇതൊരു മറ്റേ ഐസോസിലസ് ട്രപ്പീസിയാണ്. ഐസോസിലസ് ട്രപ്പീസി ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ് തെളിയിക്കണം. സിമ്പിളാണ്. ഐസോസിലസ് ട്രപ്പീസിയത്തിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് ആന്തര സഹകോണങ്ങളെ പറ്റിയിട്ടാണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ ഒരു ആംഗിൾ എക്സ് ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ 180 മൈനസ് എക്സ് ആയിരിക്കും. അഥവാ 2 പാരലൽ ലൈൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു. 7ാം ക്ലാസ്സിൻ്റെ ഒരു ഫുൾ ചാപ്റ്ററാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. 2 പാരലൽ ലൈനിൻ്റെ അടി കൂടെ ഞാൻ അങ്ങനെ ഒരു വര വരച്ചു. ഇവിടെ ഒരു 8 ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ചെറിയ ആംഗിൾ ഉണ്ടോ? ആ ചെറിയ ആംഗിളൊക്കെ ഈക്വലേക്കാരം. പഠിച്ചോ? ആ ചെറിയ ആംഗിളൊക്കെ ഈക്വലേക്കാരം. ഞാൻ അടുത്ത് പറയട്ടെ. ഇവിടെ വലിയ ആംഗിൾ 4 കണ്ടോ? ആ വലിയ ആംഗിളൊക്കെ ഈക്വലേക്കാരം. അതിൻ്റെ ഒരു കാര്യം കൂടി പഠിച്ചാൽ കഴിഞ്ഞു. ഈ ചെറിയ ആംഗിളും ഈ വലിയ ആംഗിളും കൂട്ടിയാൽ എത്ര ഈക്കാരം എന്നറിയോ? ചെറുതും വലുതും കൂട്ടി കഴിഞ്ഞാൽ, അഥവാ അവിടുത്തെ ആ ബ്ലൂവും ആ റെഡും കൂടി കൂട്ടി കഴിഞ്ഞാൽ എപ്പോഴും 180 ആണ് വരിക. ഉറപ്പിച്ചോ? ഇത് മാത്രം പഠിച്ചാൽ മതി. ചെറുതൊക്കെ ഈക്വൽ, വലുതൊക്കെ ഈക്വൽ, ചെറുതും വലുതും കൂട്ടിയാൽ 180. അത് മാത്രം പഠിച്ചാൽ മതി. എന്നാൽ അങ്ങനെയാണ് ഇഞ്ച് ചോദ്യം. ഇത് 80. അപ്പം ഇതും 80. അപ്പം ഇതും 80, ഇതും 80. ചോദ്യം ഇതെത്ര കാരം? ഞാൻ പറയും 100ആണ്. കാരണം ഇത് രണ്ടും കൂട്ടിയാലല്ലേ 150 കിട്ടുള്ളൂ. ഇത് 100ആണെങ്കിൽ ഇതൊക്കെ 100 കാരം. ഇനി ഇതിൽ കുറേ ഒന്നും ഞാൻ പറഞ്ഞില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഉള്ളത്തെ കണ്ടോ? ഈ 4 ആംഗിൾ കണ്ടോ? ഇത് മാത്രം നോക്കി നിങ്ങൾ. ഈ ഉള്ളത്തെ ആംഗിൾസ് മാത്രം നോക്കി. കണ്ടല്ലോ അല്ലേ? ഇതിൽ ഈ ആംഗിളിൻ്റെ നേരെ ഇപ്പുറത്തല്ലേ ഇത് വരുന്നത്? ഇതിനെ രണ്ടിനെയും വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റ് ആംഗിൾ. കോ ഇൻറ്റീരിയർ അല്ല, ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകൾ. ഇത് രണ്ടും മറുകോണാണ്. അതേമാതിരി ഇത് രണ്ടും മറുകോണാണ്. ഇനി ഇത് കണ്ടോ? ഉള്ളിലുള്ള ഈ 2 എണ്ണം അടുപ്പിച്ചുള്ള 2 വിളിക്കുന്നവരാണ് ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ്. അതാണ് ഇവിടെ ഞാനിവിടെ എഴുതി വെച്ചിരിക്കണേ. നിങ്ങൾ മട്ടം പോലെ വായിച്ചിട്ട് എഴുതിയാൽ മതി. ഞാൻ ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, ബേസ് ആംഗിൾസ് ഈക്വലേക്കാരം. ഐസോസിലസ് ട്രപ്പീസി ആയതുകൊണ്ട് ബേസ് ആംഗിൾസ് ഈക്വലേക്കാരം. അടിയിലുള്ള ബേസാണ് എ ബി. ഇത് രണ്ടും പാരലൽ വയ്ക്കാരം കേട്ടോ. ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാരലൈൻസിൻ്റെ അടിയിൽ ഈ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആൻഡ് ബേസ് അല്ല, ഈക്വൽ അല്ല, ഇത് രണ്ടും കൂട്ടിയ 180 ആയിരിക്കും. ബേസ് ആംഗിൾ ഈക്വലേക്കാരം. അടിയത്തെ ബേസാണ് എ ബി. ഇതുമത്തെ ആംഗിൾ ഈക്വലേക്കാരം. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ബേസ് ആംഗിൾസ് അടുത്ത 2 ബേസ് ആംഗിളാണ് ഡി സി എന്ന ബേസുമല്ല 2 ആംഗിൾ. ഇത് രണ്ടും. അപ്പോൾ അത് 2 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് എത്ര വരിക? 180 മൈനസ് എക്സ്. ഇത് 2 ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അത് 2 ഈക്വൽ ആണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓപ്പോസിറ്റ് ആംഗിൾ ഒന്ന് വെറുതെ കൂട്ടി നോക്കി. എക്സും 180 മൈനസ് എക്സും കൂട്ടിയാൽ 180 അല്ലേ വരിക? ഓപ്പോസിറ്റ് ആംഗിൾ എതിർ കോണുകൾ കൂട്ടി കഴിഞ്ഞാൽ 180 ആണെങ്കിൽ പറഞ്ഞാണ് അത് എന്ത് ക്വാഡ്രിലേറ്ററല്ല? സൈക്ലിക് ക്വാഡ്രിലേറ്ററല്ലേ? ചക്രീയ ചതുർഭുജല്ലേ? കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ബേസ് ആംഗിൾ ഈക്വൽ ഈകാരം ആൻഡ് കോ ഇൻറ്റീരിയർ ആംഗിൾ ആന്തര സഹകോണുകൾ സപ്ലിമെൻ്ററി ആയിരിക്കും. അഥവാ കൂട്ടിയ 180 ആയിരിക്കും. അങ്ങനെ ചെയ്തപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയപ്പോൾ 180 കിട്ടി. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടി 180 കിട്ടുകയാണെങ്കിൽ ഐസോസിലസ് ട്രപ്പീസിയം സമപാർശ്വ ലംബകം ഒരു ചക്രീയ ചതുർഭുജാണ് അല്ലെങ്കിൽ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണെന്ന് കിട്ടി. ഇനി അടുത്തതാണ്
കഴിഞ്ഞു അടച്ചോനെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നിങ്ങൾ അടിപൊളിയാക്കുക, സെറ്റപ്പ് ആക്കുക. സോ താങ്ക് യു.